നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ലതാ കീഴൂർ. കൈ പിടിച്ച് നേർവഴിക്ക് നയിക്കേണ്ട അധ്യാപകർ തന്നെ മയക്കുമരുന്നിൻ്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്നു എന്ന വാർത്ത നമ്മളെല്ലാം ഭയപ്പെടുത്തുന്നതാണ്. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുണ്ട്, പൂക്കളും ശലഭങ്ങളും കുട്ടികളുമില്ലാത്ത ലോകം എത്ര ഭയാനകമാണ്, എത്ര ശൂന്യമാണ്. ടാഗോറിൻ്റെ മറ്റൊരു കഥ. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. സൂര്യന് വിഷമമായി. അസ്തമിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വെളിച്ചം കിട്ടില്ലല്ലോ. സൂര്യൻ വിളിച്ചു കൂവി, ഞാൻ അസ്തമിക്കാൻ പോവുകയാണ്, ആരാണ് ഭൂമിയിലേക്ക് വെളിച്ചം പകർന്നു നൽകുക? ഇത് കേട്ട ഗ്രഹങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ വെട്ടമില്ല, വെളിച്ചമില്ല, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കേട്ട നക്ഷത്രങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ വെളിച്ചമുണ്ട്, എന്നാൽ ഞങ്ങൾ ഒത്തിരി ദൂരത്താണ്, എങ്കിലും തങ്ങളാൽ കഴിയുന്ന വിധം ഭൂമിയിലേക്ക് പ്രകാശം പരത്താൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ നക്ഷത്രങ്ങൾ കൂട്ടത്തോടുകൂടി ഭൂമിയിലേക്ക് പ്രകാശം പരത്തി. കാർമേഘം വന്ന് നക്ഷത്രങ്ങളെ മൂടിക്കൊണ്ടേയിരുന്നു. അപ്പം നക്ഷത്രങ്ങൾ വിളിച്ചു കൂവി, ഞങ്ങളെ കാർമേഘം വിഴുങ്ങുകയാണ്, ആരാണ് ഭൂമിയിലേക്ക് വെളിച്ചം പകർന്നു നൽകുക? ഇത് കേട്ട ചന്ദ്രൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് വെളിച്ചമില്ല, സൂര്യനിൽ നിന്നും കടമെടുത്ത വെളിച്ചമാണ്, എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഭൂമിയിലേക്ക് വെളിച്ചം പകരാം. അങ്ങനെ ചന്ദ്രൻ ഭൂമിയിലേക്ക് വെളിച്ചം പകർന്നു. ചന്ദ്രനെയും കാർമേഘം വന്ന് വിഴുങ്ങാൻ തുടങ്ങി. അപ്പോൾ ചന്ദ്രൻ വിളിച്ചു കൂവി, എന്നെ കാർമേഘം വന്ന് മൂടാൻ പോവുകയാണ്, ആരാണ് ഭൂമിയിലേക്ക് വെളിച്ചം പകരുക? ഇരുട്ടിൽ ഒരു അശരീരി പോലെ ഈ വാക്കുകൾ പടർന്നു. അപ്പോൾ പറന്നു വന്നൊരു മിന്നാമിനുങ്ങ് പറഞ്ഞു, എൻ്റെ കയ്യിൽ വെളിച്ചമുണ്ട്, ഞാൻ ഭൂമിയിലേക്ക് വെളിച്ചം പകരാം. സൂര്യൻ്റെ വെളിച്ചത്തെ വെച്ച് നോക്കുമ്പം മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം അത്രത്തോളം ചെറുതാ. എങ്കിൽ പോലും ആ മിന്നാമിനിങ് അതിന് തയ്യാറായി കഴിഞ്ഞപ്പോൾ അകലെ ചക്രവാളങ്ങൾക്കിടയിൽ നിന്നും 10,000-കണക്കിന് മിന്നാമിനുകൾ പറന്നു വന്ന് അവ കൂട്ടത്തോടുകൂടി ഭൂമിയിലേക്ക് വെളിച്ചം പകർന്നു. കുഞ്ഞുങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചാൽ നമ്മളാൽ കഴിയുന്ന വിധം മിന്നാമിനുങ്ങ് കുഞ്ഞു വെട്ടം കൊടുത്തതുപോലെ ഒരു കൈ ഉയർത്തിയാൽ ഒരു കൈ 10,000 കൈയായി മാറും. അനീതിക്കെതിരെ കൈ ഉയർത്തുക, ശബ്ദമുയർത്തുക. മറ്റൊരു കഥയുമായി കാണാം. നന്ദി, നമസ്കാരം.